നോൺ എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഒരു നോൺ എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ ഒരു എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആക്കി കൺവേർട്ട് ചെയ്യാമെന്നാണ് നമ്മൾ ഇത് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്നാണ്. വായിക്കാം. എ നോൺ എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ക്യാൻ ബി കൺവേർട്ടഡ് ഇൻറ്റു എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ by using a function f of x, y. This function is called integrating factor. ഒരു നോൺ എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷനെ നമ്മൾ എക്സാക്ട് ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷനെയാണ് നമ്മൾ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ആയിട്ട് ഉപയോഗിക്കുന്നത്. നമുക്ക് ഒരു എക്സാമ്പിൾ എടുത്ത് കാര്യങ്ങൾ നോക്കാം. y dx minus x dy. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം എക്സാക്ട് ആണോ നോക്കാം. rho m divided by rho y is equal to we get 1 and rho n by rho x is equal to we get minus 1. അപ്പോൾ ഇത് എക്സാക്ട് അല്ല. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എക്സാക്ട് ആക്കാൻ പറ്റുമെന്ന് നോക്കാം. സപ്പോസ് ഞാൻ ഇതിനെ ഈ കംപ്ലീറ്റ് ടേമിനെ ഞാൻ 1 by y square വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാണെന്ന് വിചാരിക്കാം. ദാറ്റ് ഈസ് ഐ എം മൾട്ടിപ്ലൈങ് y ds minus x dy. ഇതിനെ 1 by y square വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ലെഫ്റ്റ് ഹാൻഡ് സൈഡിനെ മാത്രം 1 by y square വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. And what I get 1 by y dx minus x divided by y square dy is equal to 0. ഈ തന്നിരിക്കുന്ന ചോദ്യം ഒരു എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. We can check what is rho m by rho y. We get minus 1 divided by y square. 1 by y എന്ന് വെച്ചാൽ y raised to minus 1 ആണ്. അതിന്റെ ഡിഫറൻസിയേഷൻ ആണ് എഴുതിയിരിക്കുന്നത്. Then what is rho n by rho x? With respect to x ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. So we get minus 1 divided by y square. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണ്. Which means ഈ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇപ്പോൾ എന്താണ്? എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. Whereas this one was a non exact differential equation. അപ്പോൾ ഇവിടെ നമ്മൾ 1 by y square എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ് ഈ നോൺ എക്സാക്ട് ആയ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇപ്പോൾ എക്സാക്ട് ആക്കിയത്. അതുകൊണ്ട് ഈ 1 by y square പറയുന്ന പേരാണ് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ. അപ്പോൾ ഇങ്ങനെയുള്ള പല ഇന്റഗ്രേറ്റിംഗ് ഫാക്ടേഴ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ തന്നിരിക്കുന്ന ചോദ്യം y dx minus x dy. ഇതിനെ ഞാൻ 1 by y square വെച്ച് മൾട്ടിപ്ലൈ ചെയ്താലും ഓർ 1 by x square വെച്ച് മൾട്ടിപ്ലൈ ചെയ്താലും ഓർ 1 divided by x വെച്ച് മൾട്ടിപ്ലൈ ചെയ്താലും ഓർ 1 divided by x square plus y square വെച്ച് മൾട്ടിപ്ലൈ ചെയ്താലും എനിക്ക് ഈ നോൺ എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷനെ എക്സാക്ട് ആക്കാൻ പറ്റും. വിച്ച് മീൻസ് 1 by y square, 1 by x square, 1 divided by xy, 1 divided by x square plus y square ഒക്കെ ഈ തന്നിരിക്കുന്ന നോൺ എക്സാക്ടിന്റെ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ പറയുന്ന ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കുന്നത്? എല്ലാ നോൺ എക്സാക്ടിനെയും നമുക്ക് എക്സാക്ട് ആക്കാൻ പറ്റില്ല. ചില ടൈപ്സ് ഓഫ് നോൺ എക്സാക്ടിനെ നമുക്ക് എക്സാക്ട് ആക്കാൻ പറ്റും. അപ്പോൾ ആദ്യം അത് ഏതൊക്കെയാണെന്ന് പഠിക്കണം. എന്നിട്ട് അതിന്റെ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ഓക്കെ, സോ ഇതാണ് 4 ഡിഫറെന്റ് ടൈപ്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ 4 ഡിഫറെന്റ് ടൈപ്പ് ഓഫ് നോൺ എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ട്. ഇതിനെ നമ്മൾ എങ്ങനെ എക്സാക്ട് ആക്കുമെന്ന് നോക്കാം. ഹിയർ എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ ഇസിക്കൽ 0. തന്നിരിക്കുന്ന ചോദ്യം എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ ഇസിക്കൽ 0 എന്ന ഫോർമാറ്റും, ബട്ട് ഇറ്റ് ഈസ് നോട്ട് എക്സാക്ട്. അതായത് റോ എം ഡിവൈഡ് ബൈ റോ വൈ ഈസ് നോട്ട് ഈക്വൽ ടു റോ എൻ ബൈ റോ എക്സ്. ഇത് എക്സാക്ട് അല്ല. അങ്ങനെയാണെങ്കിൽ 4 കണ്ടീഷൻസ് ഉണ്ട്. നമ്മൾ ആദ്യത്തെ പോകാം. സോ കേസ് 1 ഇഫ് ഇറ്റ് ഈസ് എ ഹോമോജീനിയസ് ഇക്വേഷൻ, അതായത് തന്നിരിക്കുന്ന എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ ഹോമോജീനിയസ് ആണെങ്കിൽ then the integrating factor is 1 divided by mx plus ny. തന്നിരിക്കുന്ന ഫോർ എക്സാമ്പിൾ if I write x square dx plus xy dy is equal to 0. അപ്പോൾ ഇവിടെ ഡിഗ്രി 2 ആണ്, ഇവിടെ ഡിഗ്രി 2 ആണ്. therefore ഇത് തന്നിരിക്കുന്ന ഒരു ഹോമോജീനിയസ് ഇക്വേഷൻ ആണ്. ഇങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ 1 divided by mx plus ny ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം mx plus ny എന്താകാൻ പാടില്ല? ഇറ്റ് ഷുഡ് നോട്ട് ബി ഈസ് ഈക്വൽ ടു 0 ആകാൻ പാടില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? അങ്ങനെ ആയിക്കഴിഞ്ഞാൽ 1 divided by 0 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ mx plus ny എന്താകാൻ പാടില്ല? 0 ആകാൻ പാടില്ല. ഇതാണ് ആദ്യത്തെ കേസ്. നമുക്ക് രണ്ടാമത്തെ കേസിലേക്ക് പോകാം. കേസ് 2 എന്ന് പറയുന്നത്, അപ്പോൾ തന്നിരിക്കുന്നത് എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ ഈസ് ഈക്വൽ ടു 0 ആണ്. അതൊരു എക്സാക്ട് ഫംഗ്ഷൻ അല്ല. നമുക്കിനി ചെക്ക് ചെയ്യേണ്ടത് തന്നിരിക്കുന്ന എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ അത് ഈ ഫോർമാറ്റിലാണോ ചെക്ക് ചെയ്യുക. ദാറ്റ് ഈസ് y ഇൻറ്റു f1 of xy dx plus x into f2 of xy dy is equal to 0 ആണോ ചെക്ക് ചെയ്യുക.
അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇവിടെ വരുന്ന ഫംഗ്ഷനകത്തുള്ള എക്സ് ആൻഡ് വൈ വേരിയബിൾ, അങ്ങനെ എക്സോ വൈയോ വേരിയബിൾ ഉണ്ടെങ്കിൽ അത് എന്തായിരിക്കണം, അത് പ്രോഡക്റ്റ് ടൈം ആയിരിക്കണം. സിമിലർലി വി ഹാവ് അനദർ ഫംഗ്ഷൻ f2, ഇവിടെയും എന്തായിരിക്കണം, എക്സോ വൈയോ വരികയാണെങ്കിൽ അത് പ്രോഡക്റ്റ് ടൈമിലായിരിക്കണം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ y ഇൻറ്റു 1 പ്ലസ് എക്സ് വൈ ഡി എക്സ് പ്ലസ് എക്സ് ഇൻറ്റു 1 പ്ലസ് എസ് സ്ക്വയർ വൈ സ്ക്വയർ ഡി വൈ ഇസിക്കൽ ടു 0. ഇവിടെ y ഇൻറ്റു ഇതാണ് ഫംഗ്ഷൻ x1 ഓഫ് എക്സ് വൈ, ഈ തന്നിരിക്കുന്നതാണ് ഫംഗ്ഷൻ f2 ഓഫ് എക്സ് വൈ. ഇവിടെ 1 വന്നിട്ടുണ്ട്, അത് നോക്കേണ്ട കാര്യമില്ല. എക്സോ വൈയോ വരുവാണെങ്കിൽ അത് എന്തായിരിക്കണം, പ്രോഡക്റ്റ് ടൈമിലായിരിക്കണം. ഇവിടെ എക്സോ വൈ വന്നിട്ടുണ്ട്, അതിന്റെ പ്രോഡക്റ്റ് ടൈം ആണ്. ഇവിടെയും എക്സും വൈയും വന്നിട്ടുണ്ട്, ഇവിടെയും പ്രോഡക്റ്റ് ടൈം ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് എന്താണ്, ഈ പറയുന്ന രണ്ടാമത്തെ കേസിൽ പെടുന്നതാണ്. അങ്ങനെയാകുമ്പോൾ അതിന്റെ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്താണ്, 1 ഡിവൈഡഡ് ബൈ എം എക്സ് മൈനസ് എൻ വൈ. ഇവിടെയും എന്താകാൻ പാടില്ല, എം എക്സ് മൈനസ് എൻ വൈ 0 ആകാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ 1/0 എന്ന് കിട്ടും, അത് ഇവിടെ ആപ്ലിക്കബിൾ അല്ല. അപ്പോൾ രണ്ട് കേസ് കഴിഞ്ഞു. ഇനി നമ്മൾ മൂന്നാമത്തെ കേസ് നോക്കാം. മൂന്നാമത്തെ കേസും നാലാമത്തെ കേസും ഏകദേശം സെയിം ആണ്, പക്ഷെ രണ്ടും കുറച്ച് പാടാണ്. നോക്കാം. തന്നിരിക്കുന്നത് ചോദ്യം ആദ്യം ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുക, അതായത് എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ ഇസിക്കൽ 0 ആയിരിക്കാം, രണ്ടാമത് അത് നോൺ എക്സാക്റ്റ് ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം അതിനെ റോ എൻ ബൈ റോ എക്സ് മൈനസ് റോ എം ബൈ റോ വൈ ഡിവൈഡഡ് ബൈ എം ഇസിക്കൽ ടു ഫംഗ്ഷൻ ഓഫ് വൈ ആണോ എന്ന് കണ്ടുപിടിക്കുക. അപ്പൊ നമ്മൾ ആദ്യം ഈ കേസ് 3ലേക്ക് എങ്ങനെ എത്തിച്ചേരും എന്ന് ചോദിച്ചാൽ, തന്നിരിക്കുന്നത് എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ ഇസിക്കൽ 0 ആണോ ചെക്ക് ചെയ്യുക, പിന്നെ അത് നോൺ എക്സാക്റ്റ് ആണോ ചെക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അതിനെ എക്സാക്റ്റ് ആക്കാനായിട്ട് അത് കേസ് 1ലോ കേസ് 2ലോ ഉൾപ്പെടുന്നതാണോ എന്ന് നോക്കുക. അങ്ങനെ അല്ലെങ്കിൽ മാത്രം ഇവിടെ വരിക, കേസ് 3ലേക്ക് വരിക. കേസ് 3 എന്നിട്ട് നമ്മൾ എന്ത് ചെക്ക് ചെയ്യുക, റോ എൻ ബൈ റോ എക്സ് മൈനസ് റോ എം ബൈ റോ വൈ ദ ഓൾ ഡിവൈഡഡ് ബൈ എം ഇസിക്കൽ ടു എ ഫംഗ്ഷൻ ഓഫ് വൈ ആണ് കിട്ടുന്നെങ്കിൽ, അതായത് ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ അതൊരു വൈന്റെ ഫംഗ്ഷൻ ആണെങ്കിൽ, എക്സിന്റെ ടൈം പാടില്ല, വൈ മാത്രമേ വരാവൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് തേർഡ് കേസിൽ പെടുന്നതാണ്. അതിന്റെ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ഇ റേസ് ടു ഇന്റഗ്രൽ എഫ് ഓഫ് വൈ ഡി വൈ. ഓക്കെ. സിമിലർലി വി ഹാവ് കേസ് 4, രണ്ടും ഏകദേശം സെയിം ആണ്. ഇവിടെ ഞാൻ പറഞ്ഞു നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ ചെക്ക് ചെയ്യുക, എം ഡി എസ് പ്ലസ് എൻ ഡി വൈ ഇസിക്കൽ 0 നോൺ എക്സാക്റ്റ് ആണോ നോക്കുക. അങ്ങനെയാണെങ്കിൽ അടുത്ത് നമ്മൾ കേസ് 1ലോ കേസ് 2ലോ പെടുന്നതാണോ നോക്കുക. കാരണം അത് നമുക്ക് ഇക്വേഷൻ കാണുമ്പോഴേ അറിയാം അത് കേസ് 1ഓ കേസ് 2 ആണോ എന്ന്. ഇത് രണ്ടിലും പെടുന്നതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന കേസ് 3ഓ കേസ് 4ഓ അപ്ലൈ ചെയ്ത് നോക്കുക. കേസ് 4 നോക്കാം, റോ എം ബൈ റോ വൈ മൈനസ് റോ എൻ ബൈ റോ എക്സ് ദ ഓൾ ഡിവൈഡഡ് ബൈ എൻ ഈസിക്കൽ ടു എ ഫംഗ്ഷൻ ഓഫ് എക്സ്. നമ്മൾ ഇത് ചെയ്ത് നോക്കുക. ഇത് ചെയ്ത് നോക്കി കിട്ടുന്ന ഉത്തരം എക്സിന്റെ ടേംസിലാണ് എങ്കിൽ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ വിൽ ബി ഇ റേസ് ടു ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ്. അപ്പോൾ ഇത്രയും 4 ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ആണ് നമ്മൾ നോക്കിയിരിക്കുന്നത്, ബിക്കോസ് വി ഹാവ് 4 ഡിഫറെന്റ് കേസസ്. അപ്പോൾ ഈ 4 കേസാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓരോ കേസ് എടുത്തിട്ട് അതിലെ 3 പ്രോബ്ലം വെച്ച് നമ്മൾ ചെയ്യും. കേസ് 1, പ്രോബ്ലം 1. A non-exact homogeneous function is converted into exact differential equation by which of the following integrating factor. തന്നിരിക്കുന്ന നോൺ എക്സാക്ട് ഹോമോജീനിയസ് ഫംഗ്ഷനെ നമ്മൾ എക്സാക്ട് ആക്കണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ തന്നിരിക്കുന്ന 4ഉം ഒരു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ആണ്. നമുക്ക് ഇതിലേക്ക് നോക്കാം. ഹോമോജീനിയസ് ആണെങ്കിൽ എന്തായിരിക്കണം, ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഷുഡ് ബി ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ എം എക്സ് പ്ലസ് എൻ വൈ ആയിരിക്കണം. Therefore correct answer option B, 1 divided by mx plus ny. അടുത്തത് കേസ് 1ന്റെ പ്രോബ്ലം 2 ആണ് തന്നിരിക്കുന്നത്. dy by dx is equal to x cube plus y cube divided by xy square. ഇത് എനിക്ക് എങ്ങനെ മാറ്റി എഴുതാം, I can write minus x cube plus y cube dx plus xy square dy is equal to 0 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഈ തന്നിരിക്കുന്നത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, എക്സ് ക്യൂബ് വൈ ക്യൂബ് ഇതിൻ്റെയൊക്കെ ഡിഗ്രി 3 ആണ്, എക്സ് വൈ സ്ക്വയർ ഇതിൻ്റെ ഡിഗ്രി 3 ആണ്. therefore it is a homogeneous equation. അപ്പോൾ നിങ്ങൾ ഇവിടെ റോ എം ബൈ റോ വൈ ഈസ് നോട്ട് ഈക്വൽ ടു റോ എൻ ബൈ റോ എക്സ് എന്നുള്ളത് നിങ്ങൾ തന്നെ വെരിഫൈ ചെയ്യുക. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ ചോദ്യം നോക്കാം. ഒരു ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷനെ നമ്മൾ എക്സാക്റ്റ് ആക്കാൻ എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ എം എക്സ് പ്ലസ് എൻ വൈ എന്ന് പറയുന്ന ഒരു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഉപയോഗിച്ച് അതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. സോ ആദ്യം 1 ഡിവൈഡ് ബൈ എം എക്സ് പ്ലസ് എൻ വൈ എന്താണെന്ന് കണ്ടുപിടിക്കണം. therefore we get എമ്മിനെ നമ്മൾ എക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. therefore minus x raised to 4
minus x into y cube. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? n-നെ y വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. Therefore we get xy cube is equal to ഇതും കട്ടായി പോകും. Finally we get minus x raised to 4. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഇക്വേഷനിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഞാൻ ഓൾറെഡി ഇങ്ങനെ ആക്കി മാറ്റി എഴുതിയിട്ടുണ്ട്. Therefore ഞാൻ ഈ ഇക്വേഷനിലേക്കാണ് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നത്. So we get 1 divided by x plus y cube divided by x raised to 4 dx minus you get y square divided by x raised to 3 dy is equal to 0. Okay, അപ്പോൾ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ ഇക്വേഷൻ എന്തായിട്ട് മാറും? It becomes an exact equation. അപ്പോൾ ഇത് നിങ്ങൾ വെരിഫൈ ചെയ്യുക. ഇത് എക്സാക്ട് ആണോ അല്ലയോ എന്ന് നിങ്ങൾ വെരിഫൈ ചെയ്യുക. ഓക്കെ, പക്ഷെ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഇത് വെരിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം 1 divided by minus x raised to 4 എന്നുള്ളത് ഒരു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇത് എന്തായിരിക്കും? ഒരു എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിരിക്കും. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ ഇനി ഇന്റഗ്രേഷൻ ആണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ I have to take m dx plus integral n dy is equal to a constant. ഇവിടെ m എടുക്കുമ്പോൾ എന്തായിരിക്കണം? y should be a constant, x times എല്ലാം 0 ആയിരിക്കണം. Therefore this I get 1 base ന്റെ integration we get log x, x raised to 4 ന്റെ integration we get minus y cube divided by 3 times x raised to 3. ഇവിടെ x ന്റെ ടേം ഉണ്ട്. n എന്ന് പറഞ്ഞാൽ y square by x cube ആണ്. ഇവിടെ x ന്റെ ടേം ഉള്ളതുകൊണ്ട് നമ്മൾ അതിനെ എടുക്കേണ്ട ആവശ്യമില്ല. So our answer is log x minus y cube by 3 times x cube is equal to constant. ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. കേസ് 1-ലെ മൂന്നാമത്തെ പ്രോബ്ലം നോക്കാം. y cube minus 3x y square dx plus 2x square y minus x y square dy is equal to 0. അപ്പോൾ ഈ തന്നിരിക്കുന്ന ചോദ്യം ഹോമോജീനിയസ് ആണ്. ഇവിടെ ഡിഗ്രി 3 ആണ്. y cube 3x y square ഡിഗ്രി 3 ആണ്. s square y x y square ഇതിന്റെ ഡിഗ്രി 3 ആണ്. സോ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒരു ഹോമോജീനിയസ് ആണ്. സോ ഇവിടെ നിങ്ങൾക്ക് നമ്മൾ ആദ്യം പഠിച്ചത് വേരിയബിൾ സെപ്പറബിൾ ആണ്. പിന്നെ നമ്മൾ ഹോമോജീനിയസ് പഠിച്ചു. അപ്പോൾ ഈ ഹോമോജീനിയസ് മെത്തേഡിൽ നിങ്ങൾക്ക് ചെയ്തു നോക്കാം. പക്ഷേ എക്സാക്ട് ചെയ്താൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. സോ വി ക്യാൻ ചെക്ക്. ഇത് ഹോമോജീനിയസ് ആണെന്ന് മനസ്സിലായി. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അത് എക്സാക്ട് ആണോ അല്ലയോ എന്ന് നിങ്ങൾ വെരിഫൈ ചെയ്യുക. ഓക്കെ, ഇത് നോൺ എക്സാക്ട് ആണ്. ഇത് ആദ്യം വെരിഫൈ ചെയ്യുക. നൗ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഇതിന്റെ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ, ദാറ്റ് ഈസ് mx പ്ലസ് ny എന്താണെന്ന് കണ്ടുപിടിക്കണം. സോ m-നെ നമ്മൾ x വെച്ചാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. സോ വി ഗെറ്റ് 1 ഡിവൈഡഡ് ബൈ x y ക്യൂബ് മൈനസ് 3x സ്ക്വയർ y സ്ക്വയർ പ്ലസ് n-നെ നമ്മൾ y വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ വി ഗെറ്റ് 2x സ്ക്വയർ y സ്ക്വയർ മൈനസ് x y ക്യൂബ്. ഇതാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഇതും ക്യാൻസൽ ആയി പോകും. ഫൈനലി വി ഗെറ്റ് 1 ഡിവൈഡ് ബൈ മൈനസ് x സ്ക്വയർ y സ്ക്വയർ. ഇതാണ് നമ്മുടെ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടറിനെ നമ്മൾ ഈ പറയുന്ന ചോദ്യത്തിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ആ ചോദ്യം എന്തായിട്ട് മാറും? ഈ നോൺ എക്സാക്ട് ആയിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒരു എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ട് മാറും. ദാറ്റ് ഈസ് y ക്യൂബ് മൈനസ് 3x y സ്ക്വയർ dx പ്ലസ് 2x സ്ക്വയർ y മൈനസ് x y സ്ക്വയർ dy is equal to 0-നെ ഞാൻ 1 ഡിവൈഡ് ബൈ മൈനസ് s സ്ക്വയർ y സ്ക്വയർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാണ്. ഓക്കെ, therefore y cube divided by minus s square y square we get minus y divided by x square then plus 3xy square divided by x square y square we get 3 divided by x now 2s square y divided by minus s square y square. What we get minus 2 divided by y, then we get x y square divided by x square y square. So we get 1 divided by x.
ഇതാണ് നമ്മുടെ എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷനെ സോൾവ് ചെയ്യണം. അതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇന്റഗ്രേഷൻ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം, ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇത് m ആണ്, ഇവിടെ y കോൺസ്റ്റന്റ് ആണ്, ഇവിടെ x ന്റെ ടൈം ഒന്നും നമുക്ക് ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ എടുക്കേണ്ട ആവശ്യമില്ല. സോ ഹിയർ ഐ ഗെറ്റ് y ഡിവൈഡ് ബൈ x. കാരണം x സ്ക്വയർ എന്ന് വെച്ചാൽ x റൈസ് ടു -2 ആണ്. സോ x റൈസ് ടു -2 പ്ലസ് 1 ഡിവൈഡ് ബൈ -2 പ്ലസ് 1 എന്ന് പറയുമ്പോൾ -1 ബൈ x കിട്ടും. therefore -y into -1 by x എന്ന് പറഞ്ഞാൽ y by x കിട്ടും. പ്ലസ് 3 log x -2 by y എന്ന് പറയുന്നത് -2 log y. കാരണം ഇതിന് വിത്ത് റെസ്പെക്ട് ടു y ആണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്, x ന്റെ ടൈം ഒന്നും നമുക്ക് ആവശ്യമില്ല. therefore the answer y divided by x plus 3 log x minus 2 log y is equal to c. ഇതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം നോക്കാം. ഇത് കേസ് 2ലെ ആദ്യത്തെ പ്രോബ്ലം ആണ്. y into xy plus 2x square y square dx plus x into xy minus x square y square dy. അപ്പോൾ നമുക്ക് ഇതിനെ സെക്കൻഡ് കേസ് ആണ്, അതായത് y into a function of xy, അടുത്തത് x into a function of xy. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് കേസ് 2 ആണ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഏതാണ്? 1 ഡിവൈഡ് ബൈ mx മൈനസ് ny ആണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടാമത്തെ കേസ് ആണെന്ന് മനസ്സിലായി. നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? ആദ്യം ഇത് എക്സാക്ട് ആണോ നോൺ എക്സാക്ട് ആണോ എന്ന് വെരിഫൈ ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഇതിന് ഏത് കേസ് ആണെന്ന് നോക്കുക. കേസ് 2 ആണ്. അപ്പോൾ ഇതിന്റെ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്താണ്? 1 ഡിവൈഡ് ബൈ mx മൈനസ് ny ആണ്. അപ്പോൾ ആദ്യം നമുക്ക് 1 ഡിവൈഡ് ബൈ mx മൈനസ് ny എന്താണെന്ന് നോക്കാം. സോ ഐ ക്യാൻ റൈറ്റ് m നെ x വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ ഇവിടെ xy ആണ്, xy into xy we get x square y square plus 2 x cube y cube. ഇനി n നെ നമ്മൾ എന്ത് ചെയ്യുന്നു? y വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ we get x square y square minus x cube y cube. therefore ഈ x square y square ഉം ഈ x square y square ഉം കട്ടായി പോകും. finally we have 1 divided by 3 times x cube y cube. ഇപ്പോൾ ഈ തന്നിരിക്കുന്ന 1 ഡിവൈഡ് ബൈ 3 x cube y cube നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ തന്നിരിക്കുന്ന ചോദ്യത്തിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ വാട്ട് വി ഗെറ്റ് ഈസ്, സോ വി ഗെറ്റ് x y square plus 2 x square y cube plus x square y minus x cube y square dy is equal to 0. ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? 1 ഡിവൈഡ് ബൈ 3 ടൈംസ് x cube y cube മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇവിടെ 3 എന്നൊരു കോൺസ്റ്റന്റ് ഉണ്ട്, അത് നമ്മൾ എടുക്കണ്ട. 3 നെ നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോയിട്ട് അത് 0 ആക്കിയാൽ മതി. ഓക്കെ, 3 നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോകുന്നു, അത് 0 ആക്കുക. വേരിയബിൾസ് അങ്ങനെ തന്നെ വെക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ ഡിവൈഡ് ചെയ്യുക. എക്സ് വൈ സ്ക്വയറിനെ എക്സ് ക്യൂബ് വൈ ക്യൂബ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. സോ വാട്ട് വി ഗെറ്റ് ഈസ്, we get 1 divided by x square y plus 2 divided by, we get x dx plus x square y divided by x cube y cube. So we get 1 divided by x into y square minus x cube y square by x cube y cube. So we get 1 divided by y. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ ഇനി 1 by x square y, ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക? വിത്ത് റെസ്പെക്ട് ടു x ഡിഫറൻഷിയേറ്റ് ചെയ്യുക. സോ വാട്ട് വി ഗെറ്റ് ഈസ് minus 1 divided by xy പ്ലസ് ഇത് 2 log x എന്ന് കിട്ടും. ഇത് x ന് ടൈം ആണ്, അതുകൊണ്ട് നമ്മൾ എടുക്കണ്ട. സോ ഇവിടെ നമുക്ക് മൈനസ് ലോഗ് y എന്ന് കിട്ടും, ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഇത്. അടുത്ത ചോദ്യം നോക്കാം. കേസ് 2 ആണ്. y into y minus y square x dx
minus x plus x square y dy is equal to 0. അപ്പോൾ ഇത് ഏത് കേസ് ആണെന്ന് മനസ്സിലാക്കുക. ആദ്യം നമ്മൾ ഇതിന്റെ y വെളിയിൽ എടുക്കുക. So we get y 1 minus yx dx minus ഇതിൽ നിന്ന് x വെളിയിൽ എടുക്കുക. So we get 1 plus xy dy is equal to 0. അപ്പോൾ ഇത് കേസ് 2 ആണെന്ന് വളരെ എളുപ്പത്തിൽ മനസ്സിലാവും. ഇത് നോൺ എക്സാക്റ്റ് ആണോ എക്സാക്റ്റ് ആണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, ഇത് നോൺ എക്സാക്റ്റ് ആയിരിക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നോൺ എക്സാക്റ്റ് ആണെന്ന് മനസ്സിലായി, തന്നിരിക്കുന്നത് കേസ് 2 ആണെന്ന് മനസ്സിലായി. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് 1 divided by mx minus ny. That is 1 divided by mx minus ny. Therefore I can write 1 divided by m into x, xy minus y square x square minus n നെ y വെച്ചാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. സോ n is what? minus x minus s square y. അതിനെ y വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ we get minus xy minus x square y square. സോ ഈ ഒരു ടേമിൽ നിന്നും y square x വരും, ഈ രണ്ട് ടൈം ക്യാൻസൽ ആയി പോകും. ബിക്കോസ് മൈനസ് y square x square ഈ മൈനസ് ആകത്തിലും ഇത് പ്ലസ് ആവും. അപ്പോൾ ഈ x square y square ഇതും ക്യാൻസൽ ആയി പോകും. ഫൈനലി വി ഹാവ് 1 divided by 2 times xy. ഇതാണ് നമ്മുടെ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഈ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ തന്നിരിക്കുന്ന ഇക്വേഷനെ എക്സാക്റ്റ് ആക്കി എടുക്കുക. ദാറ്റ് ഈസ് വി ഹാവ് ടു മൾട്ടിപ്ലൈ 1 divided by 2xy വിത്ത് ദിസ് ഇക്വേഷൻ. സോ വി ഗെറ്റ് y minus y square x minus x plus s square y dv is equal to 0, the whole divided by 2xy. ഈ 2 കോൺസ്റ്റന്റ് ആണ്, അപ്പോൾ അത് നമ്മൾ ഉപയോഗിക്കേണ്ട. അത് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുത്ത് അതിന് 0 ആക്കുക. ഓക്കെ, റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുത്തത് 0 ആക്കിയാൽ മതി. പക്ഷേ വേരിയബിൾസ് അങ്ങനെ തന്നെ ഇട്ടേക്കാം. Now we can write y divided by xy, that is 1 by x minus y square x divided by xy. Therefore we get y. At the x divided by xy, we get 1 by y, and s square y divided by xy, we get x. ഇതാണ് നമ്മുടെ എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. നമ്മൾ എന്ത് ചെയ്യുക? ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇതാണ് m, ഇതാണ് n. So we have to integrate m with respect to x, we have to integrate n with respect to y. 1 by x നെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ we get log x, y ന്റെ we get yx. ഇവിടെ x ടൈം എടുക്കണ്ട, so we get minus log y is equal to constant. ഇതാണ് നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ ഇന്റഗ്രേഷൻ ചെയ്യുമ്പോഴാണ് കിട്ടുന്നത്. ഇന്റഗ്രേഷൻ ചെയ്യുന്ന മെത്തേഡ് ഞാൻ പറഞ്ഞു, ഇന്റഗ്രൽ m dx പ്ലസ് ഇന്റഗ്രൽ n dy is equal to കോൺസ്റ്റന്റ്. ഇവിടെ y ന്റെ ടൈം കോൺസ്റ്റന്റ് ആയിരിക്കണം, ഇവിടെ x ന്റെ ടൈം നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ മൂന്നാമത്തെ പ്രോബ്ലം y into 1 plus xy dx plus x into 1 plus xy plus s square y square dy is equal to 0. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഇത് എക്സാക്ട് ആണോ അല്ലയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുക. എക്സാക്ട് ആണെങ്കിൽ റോ എം ബൈ റോ വൈ ഷുഡ് ബി ഈസ് ഈക്വൽ ടു റോ എം ബൈ റോ എക്സ്. അപ്പോൾ ഇത് എക്സാക്ട് അല്ല എങ്കിൽ നമ്മളത് ഏത് കേസിൽ വരും നോക്കാം. ഇത് y into 1 plus xy. അപ്പോൾ ഇത് ഏത് ഫോർമാറ്റ് വരും? ഇത് കേസ് 2ന്റെ ഫോർമാറ്റ് ആണ്. അപ്പോൾ കേസ് 2ന്റെ ആണെങ്കിൽ നമ്മൾ അടുത്ത് കണ്ടുപിടിക്കേണ്ടത് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ആണ്, വിച്ച് ഈസ് 1 divided by mx minus ny. Therefore I can write m into x. m നെ x വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. Therefore xy plus x square y square minus n into y. n നെ y വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. Therefore we get xy plus x square y square plus x cube y cube എന്ന് കിട്ടും. ഇവിടെ ഈ xyയും ഈ xyയും കട്ടാവും, x square y squareും x square y squareും കട്ടാവും. Finally we get 1 divided by minus x cube y cube എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ. ഇനി നമ്മൾ തന്നിരിക്കുന്ന
1 divided by minus s cube y cube ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ ആയിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. Therefore we get y plus xy square dx plus x plus s square y plus x cube y square dy is equal to 0. ഇതിനെ നമ്മൾ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യുന്നു? മൈനസ് എക്സ് ക്യൂബ് വൈ ക്യൂബ് വെച്ച് ഡിവൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ 1 divided by minus s cube y cube വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, therefore we get ഓക്കെ. അപ്പോൾ നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ടൈം വരും. ഈ തന്നിരിക്കുന്ന ഇക്വേഷനെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ മൈനസ് എസ് ക്യൂ വൈ ക്യൂ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് കിട്ടും. ഈ തന്നിരിക്കുന്ന ഒരു എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഇനി നമ്മൾ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഇത് എം ആണ്, സോ വി ഹാവ് ടു ഇന്റഗ്രേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, പ്ലസ് ഇത് എൻ ടൈം ആണ്, വി ഹാവ് ടു ഇന്റഗ്രേറ്റ് വിത്ത് റെസ്പെക്ട് ടു വൈ. അപ്പോൾ ഇവിടെ എക്സിന് ടൈം എടുക്കേണ്ട, വൈറ്റ് ടൈം ഇത് കോൺസ്റ്റന്റ് ആക്കി എടുത്താൽ മതി. So we are integrating minus 1 divided by x cube y square. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? We get 1 divided by 2x square y square എന്ന് കിട്ടും. x raised to minus 3 ന്റെ ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ x raised to minus 2 divided by minus 2 ആണ്. Therefore we get 1 divided by 2x square y square. ഈ മൈനസ് അവിടെ ക്യാൻസൽ ആയി പോകും. Now we have 1 divided by x square ന്റെ ഇന്റഗ്രേഷൻ. That is 1 by x ആയിരിക്കും. y കോൺസ്റ്റന്റ് ആണ്. അടുത്തത് എന്നിന്റെ ടൈം ആണ്. ഇവിടെ എക്സിന്റെ ടൈം രണ്ടെണ്ണം ഉണ്ട്, ഇത് രണ്ടും നമ്മൾ എടുക്കേണ്ട, ഇത് മാത്രം എടുത്താൽ മതി. അതിന്റെ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് മൈനസ് ലോഗ് വൈ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്.